അങ്ങനെ ഞങ്ങൾ ഓടിച്ച് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഓടി? 3 കിലോമീറ്റർ. ഇപ്പൊ നിനക്ക് ആ 3 കിലോമീറ്റർ ഒരു ഓടിക്കഴിഞ്ഞപ്പോ നിനക്ക് എന്ത് തോന്നുന്നുണ്ട്? ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊന്ന് ബാക്കിയൊന്ന് കണ്ടാലോ? അപ്പൊ നമ്മൾ ഏത് ഗിയറിലാണ് വണ്ടി സ്റ്റാർട്ട് ആക്കുന്നത്? ന്യൂട്രലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഫസ്റ്റ് ഗിയറിലിട്ടോ? ഇല്ല. എന്നാ ക്ലച്ച് ചവിട്ടി ഇട്ടൂടെ? ടെൻഷനായോ? ടെൻഷനായിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ബാക്കോട്ട് ഇരുന്നു കേട്ടോ. ഒന്നുമില്ല. അപ്പൊ നമ്മൾ ബ്രേക്ക് മെല്ലെ എടുത്തു. ഓക്കെ, പോവാണ്. ഇനി നമുക്ക് ക്ലച്ച് വേണോ? വേണ്ട. പക്ഷെ വണ്ടിയുടെ മുഖം നോക്കി എങ്ങോട്ടാ പോണേന്ന് ഓക്കെ നോക്കി. അപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കും, നമ്മൾ വർത്താനോ പറയണം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ ക്ലച്ച് എടുത്തപ്പോൾ ഒരു കുത്തു വരാൻ കാരണം ഒറ്റയെടുക്കൽ എടുത്തിട്ടാണ്. ഇച്ചിരി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. മുന്നിലോട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ പല വണ്ടിക്കാരും ബേക്കിൽ കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേ, നമ്മൾ ഏത് ഗിയറിലാ പോണേ? ഓക്കെ, പോട്ടെ. അപ്പൊ ഓൾറെഡി നമ്മൾ ആ സെക്കൻഡിലായിരുന്നെങ്കിൽ നമുക്ക് ഏത് ഗിയറിൽ പോകാനുള്ള സ്പീഡ് ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മളത് സ്പീഡോമീറ്ററിലോട്ട് നോക്കണം. അപ്പൊ നമ്മുടെ വണ്ടി നമ്മുടെ സൈഡ് ഗിയറിനാണോ പോണേ? അപ്പം ഒറ്റ തിരിച്ചു കഴിഞ്ഞാൽ എന്താവും, കയ്യിൽ നിന്ന് പോകും. മെല്ലെ ആക്സിഡന്റ് കാലൊന്ന് മെല്ലെ കെയർ ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് കെയർ ചെയ്ത് നമ്മൾ തേർഡ് ഗിയറിലാണെങ്കിൽ നമുക്ക് ഒരു 20ന്റെ അടുത്ത് വരെ നമുക്ക് തേർഡ് ഗിയറിൽ എന്ത് ചെയ്യാം, കുറയ്ക്കാം. കണ്ടോ, ഇപ്പൊ സ്പീഡോമീറ്ററിലോട്ട് നോക്കിയാൽ 20ന്റെ അടുത്തേക്ക് ഒരു 24 ഒക്കെ ആയി. ഈ റേഞ്ച് വരെ നമുക്ക് തേർഡ് ഗിയറിൽ കുറഞ്ഞു. അപ്പൊ ഫുൾ ടെൻഷൻ അടിക്കണ്ട. മുന്നിൽ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഇത്ര വരെ എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 3 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10 വർഷം മുന്നേ ലൈസൻസ് എടുത്താണ്. ഇത് ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ആ 3 കിലോമീറ്ററിന്റെ ലെവലിൽ ഞാൻ മുന്നിലിരുന്നു. ബാക്കി ഞാനൊന്ന് ബാക്കോട്ട്. ഇനി മുന്നിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആക്സിഡന്റ് കാലത്ത് മെല്ലെ എങ്ങോട്ട് വെച്ചു, ബ്രേക്കിലോട്ട് വെച്ചു. നോ പ്രോബ്ലം. വീണ്ടും മുന്നോട്ട് പോക്കുവാണ്. ആക്സിഡന്റ് മെല്ലെ കൊടുത്ത് പോവാണ്. പൊക്കോ പൊക്കോ പൊക്കോ, ആക്സിഡന്റ് പൊക്കോ. പ്രശ്നമുണ്ടോ? ഇല്ല, പോട്ടെ. ഇനി സ്പീഡോടെ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇനി കുറയേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ ഏത് ഗിയറിലോട്ട് വരണം? യെസ്. നിനക്ക് മനസ്സിലാവുണ്ടോ? ഈ സ്കൂട്ടർ കണ്ടില്ലേ? ഓക്കെ, നമ്മളപ്പോൾ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് നോക്കി ഓടിക്കുക. നിനക്കിപ്പോൾ ഇതുവരെ എടുത്തപ്പോൾ നിനക്ക് എന്താ അഭിപ്രായം തോന്നണേ? വേറെ നമ്മുടെ പിള്ളേരോട് എന്താ പറയാനുള്ളത്? വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുമോ? വിടും. ഇപ്പൊ മുന്നത്തെ കാറ് അവിടെ നിൽക്കുവാണ്. മെല്ലെ ക്ലച്ച് ചവിട്ടിക്കും. ഒന്നുമില്ല, ക്ലച്ച് ചവിട്ടിക്കും മെല്ലെ. ഓക്കെ, ബ്രേക്ക് സോഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ തന്നെ ആ ബുദ്ധിമുട്ട് മാറി. കണ്ടോ? വീണ്ടും നമ്മൾ കണ്ടിന്യൂ, നമ്മൾ പോവാം. അപ്പൊ നമ്മുടെ സ്പീഡ് ഒന്ന് നോക്കണം. ആക്സിഡന്റ് കൊടുത്തിട്ട് പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ തേർഡിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ കൊടുത്തിട്ട് ചിലപ്പോൾ പറ്റുന്നില്ല മോളേന്ന് പറയുവാണെങ്കിൽ നമ്മളപ്പോ ഏത് ഗിയറിലോട്ട് അവിടെ വരണം? സെക്കൻഡ് വരണം. അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. നിനക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വേറെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതേപോലെ ആരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല, നീ പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് നിനക്ക് ഇത്ര മാത്രം ലെവലിൽ കിട്ടിയിട്ടുണ്ടോ? ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ഫോൾട്ട് വന്നാൽ അവരുടെ കയ്യിൽ ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമുണ്ട്. അപ്പൊ അതില് അവര് ചവിട്ടിക്കോളുമല്ലോ. നമ്മുടെ എന്തെങ്കിലും കയ്യില് അറിയോ ഇല്ല അവര് ചവിട്ടുമ്പോ. നമ്മൾ കറക്റ്റ് വെയില പോകുന്നതിനെ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. കാക്ക ചവിട്ടില്ലല്ലോ, ഇവിടെ ഒറ്റക്കല്ലേ. അപ്പൊ മുന്നിൽ നമുക്ക് എന്താ സ്ഥിതി? വളവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്രേക്ക് ഇച്ചിരിയും കൂടെ കൊടുത്താൽ മതി. ബ്രേക്ക് ഇച്ചിരിയും കൂടെ ചവിട്ടിയാൽ മതി. ക്ലച്ച് പൊക്കണ്ട, ക്ലച്ച് ചവിട്ടി പിടിക്കുക. ബ്രേക്ക് ഇച്ചിരിയും കൂടെ കൊടുക്കുക. ഇനി ക്ലച്ച് എടുക്കരുത്. വണ്ടി നേരെ ആക്കി, ക്ലച്ച് എടുക്കരുത്. നേരെ ഗിയർ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? സെക്കൻഡിൽ ഇട്ട് കൊടുക്കുക. സമാധാനത്തിന്. ഓക്കെ, മെല്ലെ കാലെടുത്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ സ്പീഡ് കുറഞ്ഞപ്പോഴും കുഴപ്പമില്ല. എന്റെ കൊച്ചവിടെ ക്ലച്ച് സ്പീഡ് പോവാ. ഇനി പൊക്കോളും. പോട്ടെ, ക്ലച്ചിന്ന് കാലെടുത്താൽ മതി. പോട്ടെ, ആക്സിഡന്റ് പൊക്കോട്ടെ. അവിടെ ഒന്ന് ചിന്തിക്കേ, നമ്മൾ തേർഡ് ഗിയറിലായിരുന്നു ഉണ്ടായിരുന്നത്. തേർഡിൽ 20ന്റെ താഴെ നമുക്ക് ബ്രേക്ക് ഓട്ടി പിടിക്കാൻ പറ്റൂല. അങ്ങനെ 20ന്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് കൊടുത്ത് നമ്മൾ തിരിഞ്ഞ് മനസ്സിലായി നേരെ ആയി കഴിഞ്ഞിട്ട് അപ്പൊ ആ റിസ്കിൽ ചാടി കയറി നീ എങ്ങോട്ട് ഇടാ? സെക്കൻഡിൽ ഇടണ്ട. പക്ഷെ നിന്റെ കയ്യിലോട്ട് നേരെ ആയി വരുമ്പോഴത്തേന് ആ ക്ലച്ച് പൊക്കാതെ തന്നെ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ? സെക്കൻഡിലോട്ട് അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ 20 താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേർഡ് ഗിയറിൽ നിന്ന് വണ്ടിനെ മുന്നോട്ട് എടുക്കാൻ എന്ത് ചെയ്യരുത്? ശ്രമിക്കരുത് കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഗിയറിനെ ഇച്ചിരിയും കൂടെ എന്ത് ചെയ്താൽ മതി? ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്നിപ്പോ ഒരു ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ. ഒരു ക്ലാസ്സും കൂടെ എടുക്കുമ്പോഴത്തേന് ഏകദേശം എന്താവും? നമ്മൾ സെറ്റ് ആവും. ഓക്കെ.